നാളെയുടെ വാഗ്ദാനങ്ങളാണ് ഈ സൺഷെയ്ഡിൽ മഴ കൊണ്ട് കിടക്കുന്നത്. അടുക്കളയിലെ ജനൽ തുറന്നപ്പോൾ താഴെ വീണതാണ്. അന്ന് മുതൽ ഈ കിടന്ന് കിടപ്പ. ഒരു വീടിനൊരു പച്ചക്കറിത്തോട്ടം എന്ന പദ്ധതി പ്രകാരം ഞങ്ങൾ ഇവിടെ എല്ലാവരും കൃഷി ചെയ്യാൻ തീരുമാനിച്ചിരിക്കുകയാണ്. പാക്കറ്റ് പൊട്ടിച്ചപ്പോൾ അതിൽ വെണ്ട, മുളക്, പിന്നെ ചീര, പയർ എന്നിവയുടെ വിത്തുണ്ട്. തൽക്കാലം ഒരു പാക്കറ്റേ പൊട്ടിക്കുന്നുള്ളൂ. വിത്ത് മുളപ്പിക്കാൻ ചിരട്ടയാണ് എടുക്കുന്നത്. മുളച്ചു വരുന്ന ടൈം കൊണ്ട് ഗ്രോ ബാഗ് റെഡിയാക്കാന്ന് വെച്ചു. പക്ഷെ മണ്ണ് മാത്രമില്ല. എവിടെ നിന്നേലും സംഘടിപ്പിക്കാമെന്ന് വെച്ച് ഒരു ചിരട്ടയും കവറുമായിട്ട് ഇറങ്ങി നടന്നു. കൊച്ചിയിൽ മണ്ണ് കിട്ടാൻ ഇത്ര ബുദ്ധിമുട്ടുണ്ടെന്ന് ഞാൻ ഇപ്പോഴാണ് മനസ്സിലാക്കുന്നത്. നടന്ന് മടുത്തപ്പോൾ ചായ കുടിക്കാന്ന് കരുതി. പക്ഷെ കടയിലെത്തിയപ്പോൾ കടയും അവധി. വിശപ്പ് സങ്കടം ഉണ്ടെങ്കിലും മണ്ണ് അന്വേഷിച്ച് നടന്നു. വഴിയിൽ വെച്ചൊരു JCB കണ്ടു. ഒരു നൊസ്റ്റ് പുതുക്കാൻ JCBയുടെ അടുത്ത് പോയത് തൊട്ട് തലോടിയിട്ടിങ് വന്നു. നടന്ന് റോഡിന്റെ സൈഡിൽ കുറച്ച് മണ്ണ് എങ്ങനെയോ കിട്ടി. കുരുപ്പ് പോലെ മുളക്കില്ലെന്ന് മനസ്സിലാക്കിയിട്ടും അത് മാന്തി ഞാൻ എടുത്തു. പ്രതീക്ഷ കൈവിടാതെ വീണ്ടും മണ്ണ് നോക്കി ഞാൻ നടന്നു. അവസാനം നല്ല വളക്കൂറുള്ള മണ്ണ് കിട്ടി. കവറിലുണ്ടായിരുന്നതിനെ തട്ടി ഈ മണ്ണ് ഞാൻ അങ്ങ് ആക്രാന്തത്തോടെ വാരിയെടുത്തു. ഇനി നേരെ വീട്ടിലേക്ക്. 4 ചിരട്ടയിലാണ് മുളപ്പിക്കാൻ വെക്കുന്നത്. ഇതിനി അപ്രൈറ്റ് ആയിട്ട് നിൽക്കാൻ വേണ്ടി കിച്ചണിൽ പോയിട്ട് ഇൻസ്റ്റാമാർട്ടിന്റെ ബോക്സസ് തപ്പിയെടുത്തിട്ട് വന്നു. എന്നിട്ട് ചിരട്ടയെല്ലാം അതിനുള്ളിൽ അടുക്കി വെച്ചു. ആദ്യത്തെ ബോക്സിൽ മുളകിന്റെ വിത്താണ് ഇട്ടേക്കുന്നത്, രണ്ടാമത്തേതിൽ ചീരയും. പിന്നെ ഓരോ ചിരട്ടയിലും ഓരോ പയർ വിത്തുകൾ വീതം ഇട്ടിട്ടുണ്ട്. ഇതെങ്ങനെ സക്സസ് ആയാൽ പിന്നെ ഒരു ബിസിനസ് തുടങ്ങുന്നതിനെ പറ്റിയാണ് അടുത്ത ആലോചന. അപ്പൊ പോകുന്നു. ബൈ.